نحمد الله العظيم ونصلي ونسلم على نبيه الكريم وعلى آله وصحبه ومن سار على نهجهم القويم. أما بعد، فعن عمران بن حسين رضي الله عنه أن رسول الله صلى الله عليه وسلم قال: في هذه الأمة خسف ومسخ وقذف. فقال رجل من المسلمين: يا رسول الله ومتى ذلك؟ قال: إذا ظهرت القينات والمعازف وشربت الخمور. رواه الإمام الترمذي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. കൂടുതൽ ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീഖുകൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ തിരുദൂതർ കൊണ്ടുവന്ന വിശ്വാസ കാര്യങ്ങളിൽ ചിലതിനെ നിഷേധിക്കുന്ന, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഖദർ ഖലാഇനെ നിഷേധിക്കുന്ന വിഭാഗത്തിൽ ഉണ്ടാകാനിരിക്കുന്ന വിപത്തുകൾ, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ, അതിനെക്കുറിച്ച് ഇന്നലെ പറയുകയുണ്ടായി. ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു പോവുക, മനുഷ്യൻ വേറെ ഏതോ തരമായി കോലം മറിക്കപ്പെടുക, മേൽഭാഗത്തു നിന്നും കല്ലു വർഷിക്കുക, കല്ലുമഴ പെയ്യുക തുടങ്ങിയിട്ടുള്ള വലിയ ആപത്തുകൾ ഖദർ നിഷേധികളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്, ഹദീസിനെ കുറിച്ചാണ് ഇന്നലെ നാം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതോട് ബന്ധപ്പെട്ട വിഷയം തന്നെ, അത് തന്നെ നമ്മൾ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട വിഷയമാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സ്വഹാബിയിലൂടെ ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസാണ്. തിരുദൂതർ ഒരിക്കൽ പറഞ്ഞു: ഫി ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ വരാനുള്ളതാണ് ഖസ്ഫുൻ, ആളുകൾ ഭൂമിയിൽ ആഴ്ത്തപ്പെടുക എന്ന ദുരന്തം. വമസ്ഖുൻ, ചില ആളുകളെ മനുഷ്യരല്ലാത്ത ഇതര ജീവികളായോ മറ്റോ കോലം മറിക്കപ്പെടുക എന്നുള്ളതും എൻ്റെ ഈ സമുദായത്തിൽ വരാനിരിക്കുന്ന ദുരന്തമാണ്. വഖദ്ഫുൻ, ആകാശപാളികളിൽ നിന്ന് താഴോട്ടേക്ക് കല്ലുകൾ വർഷിക്കുക, അത് വലിയ അപകടമായി, ഉൾക്കകൾ വർഷിക്കുന്നത് പോലെ അത് താഴോട്ട് പതിച്ച് ആളുകളുടെ ശരീരത്തിൽ തട്ടി അപകടം വരുത്തുക എന്ന ദുരന്തം എൻ്റെ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്നതാണ്. ഈ ഉമ്മത്തിന് സംഭവിക്കാൻ പോണ കാര്യമാണ്. ഇത് തിരുനബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഫഖാല റജുലുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ ചോദിച്ചു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വ മത്താ ദാലിക, എപ്പോഴാണത്? ഇങ്ങനെ വലിയ വിപത്തുകൾ വരുമ്പോ ആ വിപത്തുകൾ വരുന്നതിന്റെ സിഗ്നലുകൾ, സൂചനകൾ, അടയാളങ്ങൾ വല്ലതും പറയാൻ പറ്റുമോ എന്ന ചോദ്യം. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള വിപത്തുകൾ വരിക? ഇന്നലെ ഖദർ നിഷേധികൾക്ക് വരാനുള്ള ദുരന്തമാണെന്നാ പറഞ്ഞത്. എന്നാൽ ഇങ്ങനൊരു ദുരന്തം വരുമ്പോ അതിന് വല്ല അടയാളങ്ങളും വല്ലതും കാണുമോ? മഴയുടെ മുമ്പ് കാറ്റും കോളും ഒക്കെ ഉണ്ടാകും. ഇതുപോലെ ഈ ദുരന്തങ്ങൾ ഭവിക്കുന്നതിന് മുമ്പായി വല്ല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടാനുണ്ടോ? ഖാല, അല്ലാഹുവിന്റെ തിരുദൂതർ എണ്ണി എണ്ണി പറഞ്ഞു: ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ, വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങളുടെ പ്രകടനങ്ങൾ വന്നു കണ്ടാൽ, അത് തുടങ്ങിയാൽ, വാദ്യോപകരണങ്ങൾ, അതിന്റെ പ്രകടനങ്ങൾ അത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ, വശുരിബത്തിൽ ഖുമൂർ, കള്ളുകൾ കുടിക്കപ്പെടുമ്പോൾ, അടയാളങ്ങളാണ്. കള്ളുകൾ കുടിക്കപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലാണ് ആ വിപത്തുകൾ വരിക. 3 അടയാളമാണ്.
ഒന്ന് പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ പ്രത്യക്ഷപ്പെടുക, പ്രകടമായ രൂപത്തിൽ പെണ്ണുങ്ങൾ പാട്ട് പാടുക. ഉൽ മഹാസിഫ്, വാദ്യോപകരണങ്ങളുടെ പ്രകടനം, വിവിധങ്ങളായ സംഗീത ഉപകരണങ്ങളുടെ കടന്നുവരവ്, അത് വെച്ചിട്ടുള്ള സംഗീത പരിപാടികൾ. ശുരിബത്തുൽ ഖുമൂർ, കള്ളുകൾ, കള്ളെന്ന് മാത്രം പറഞ്ഞില്ല, കള്ളുകൾ ബഹുവചനമാക്കി പറഞ്ഞതിന്റെ താല്പര്യം കള്ള് ഒരു ഐറ്റമല്ല, വിവിധ തരം ലഹരി പദാർത്ഥങ്ങൾ. ഈ വിവിധ തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞ 3 ദുരന്തം. ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു പോകും, പ്രളയങ്ങളൊക്കെ വന്ന് ഭൂമി പിളർന്ന് അതിലങ്ങട്ട് അകപ്പെട്ടു പോവുകയാണ്. ഈ കഴിഞ്ഞ പ്രളയകാലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയ, കാണാതായിട്ടുള്ള ആളുകളിൽ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് ഇത്രയോ ആളുകൾ നഷ്ടം പറ്റി, ഇതുവരെ മൃതദേഹം കിട്ടിയിട്ടില്ല, ആഴ്ത്തപ്പെട്ടു പോവുകയാണ്. ഈ ആഴ്ത്തപ്പെടലും കോലം മറിക്കപ്പെടലും അതേപോലെ തന്നെ കല്ലുമഴ പെയ്യലും ഒക്കെ ഉണ്ടാകാൻ പോണ ദുരന്താണ്. അത് വരുന്നതിന് മുമ്പുള്ള സിഗ്നലാണ്. നമ്മുടെ ഈ വർത്തമാനകാലത്തെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കുക. എന്താണ് ഈ സാഹചര്യം? ഈ 3 അടയാളങ്ങളും പ്രത്യക്ഷപ്പെടുന്നതല്ലേ കാണുന്നത്? പഴയ കാലങ്ങളിലൊക്കെ മുസ്ലിം വിഭാഗത്തിൽ, ഇപ്പോൾ ഇന്ത്യ രാജ്യം പോലെയുള്ള പൊതുവെ മൊത്തം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടതുണ്ടാകും. രാജ്യം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അനുവദിക്കപ്പെടാത്തതും ഉണ്ടാകും. ഇസ്ലാമും അതുപോലെ ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടതുണ്ട്, അനുവദിക്കപ്പെടാത്തതാണ്. പക്ഷെ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ രാജ്യം എന്നുള്ള നിലക്ക് രാജ്യത്തിന്റെ നിയമത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ രാജ്യത്ത് അനുവദിക്കപ്പെടാത്തതും ഉണ്ടാകും. അപ്പൊ ഒരു മുസ്ലിം അയാൾ അദ്ദേഹത്തിന്റെ മതമാകുന്ന ദീനനുസരിച്ച് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതേ ചെയ്യാവൂ. ഈ അനുവദിക്കപ്പെട്ടത് രാജ്യത്ത് അനുവദിക്കപ്പെട്ടതല്ലെങ്കിൽ അതും ചെയ്യരുത്. അപ്പൊ രാജ്യത്തിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം, ഇത് രണ്ടും പാലിക്കേണ്ടവനാണ് മുസ്ലിം. അതേസമയത്ത് ഇസ്ലാം എന്നുള്ളൊരു മതത്തെ കാണാത്ത പക്ഷം ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാവും. അവർക്കൊരു പക്ഷേ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പറയുമ്പോൾ ഒരു അരോചകത്വം തോന്നും. അതൊരു സ്വാതന്ത്ര്യമില്ലായ്മ, അതൊരു കൂട്ടിയിടല് എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് കാണാം. ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ രാജ്യത്തിന്റെ നിയമങ്ങളിലേക്ക് ചേർത്ത് നോക്കിയാലും ഉണ്ട്. പൊതുനിരത്തുകളിൽ ബീഡി വലിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. നമുക്ക് പറഞ്ഞൂടെ, ഒരു വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ പൊതുനിരത്തുകളിൽ പുകവലിക്കാൻ പാടില്ല. അതുപോലെ ചില രാജ്യങ്ങളിൽ പോയാൽ പൊതുനിരത്തുകളിൽ കഫം കാർക്കിച്ച് വന്നത് തുപ്പാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങളില്ല. അതൊക്കെ സ്വാതന്ത്ര്യക്കുറവായിട്ട് കണക്കൂട്ടിയാൽ അതൊന്നുമല്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. രാജ്യത്തിൻ്റെതാവട്ടെ മതത്തിൻ്റെതാവട്ടെ. മതം എന്ന് പറയുമ്പോൾ ഇഹലോകത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പരലോകത്തേക്ക് കൂടിയുള്ളതാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തിലൂടെ അവൻ പരലോകത്ത് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ചില നിയമങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കൂട്ടത്തിൽ ഈ സംഗീത പരിപാടിയും പാട്ടുകച്ചേരിയും ഒക്കെ നമുക്ക് നിയന്ത്രണ വിധേയമാണ്. നമുക്ക് ആനന്ദവും ഉല്ലാസവും എല്ലാം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു നിശ്ചിത അളവുണ്ട്. അളവിനപ്പുറം പോകരുതെന്നാണ്. ഇപ്പോ ഈ പറയപ്പെടുന്നത് അതിർത്തി ലംഘിച്ചിട്ടില്ല. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അച്ചടക്കം പാലിക്കേണ്ട വർഗമാണ്. അവരാ അച്ചടക്കത്തിന്റെ അതിർവേലികളൊക്കെ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നാൽ, പഴയ കാലത്ത് മുസ്ലിം പാട്ടുകാരി പെണ്ണുങ്ങളോ മുസ്ലിം ഗാതികമാരോ നന്നേ കുറവാണ്. അപൂർവം എണ്ണാവുന്ന ഏതെങ്കിലും 1-2 അവരെ തന്നെ സമൂഹം കാണുന്നത് പ്രത്യേക കാഴ്ചപ്പാടില്ല. ഇന്നിപ്പോ ഓരോ വീട്ടിലും പാട്ടുപാടുന്ന പെൺകുട്ടികളാണ്. തട്ടമിട്ടിട്ടും തട്ടമിടാതെയും ഈ പാട്ടിന്റെ പിന്നാലെ പോകാൻ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. അതിൽ അഭിമാനം കൊള്ളുകയാണ് മാതാപിതാക്കളും രക്ഷിതാക്കളും. തന്റെ മോള് പാടുകയാണ്, തന്റെ മോളുടെ പാട്ട് വൈറലാകുകയാണ്, ലോകമൊട്ടുക്കും ശ്രദ്ധിക്കുകയാണ്. മോള് വലിയ ആളായി. പിന്നെ അപ്പോഴേക്കും ചാനലുകാര് അവരുടെ കുന്തമായിട്ട് ഓളെടുത്ത് അഭിമുഖം നടത്താൻ വരികയാണ്, ഇന്റർവ്യൂവിന് വരികയാണ്. എല്ലായിടത്തും അറിയപ്പെട്ട് അതിലിങ്ങനെ നെഞ്ഞി വിരിഞ്ഞ് കോളർ കുലുക്കി നടക്കുകയാണ് നമ്മളെ സമൂഹം. അപകടമാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ 3 അതിവിപത്തുകൾ വരാനിരിക്കുന്നതിന്റെ അടയാളമാണ് പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ പ്രത്യക്ഷപ്പെടുക. വാദ്യോപകരണങ്ങളുടെ പ്രകടനങ്ങൾ. ഇന്നിപ്പോ ഒരു കല്യാണ വീട് ഇത്തരം പാട്ട് കച്ചേരികളിൽ നിന്ന്, കൂത്തുകളിൽ നിന്ന്, കൂത്താട്ടങ്ങളിൽ നിന്ന് മുക്തമല്ല.
മുസ്ലിം വീടുകളാണ് ഇത്തരം മോശപ്പെട്ട പ്രവണതകൾക്ക് കൂടുതലായിട്ടും മാതൃകയാകുന്നത് എന്നതാണ് സങ്കടകരം. ഇസ്ലാം വളരെ നല്ലൊരു മതമാണ്. പക്ഷെ ആ മതത്തിന്റെ അനുയായികൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ കൊണ്ട് ഇസ്ലാമിനെ തന്നെ ആളുകൾ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മംഗല വീടുകളൊക്കെ അത് ഏതോ പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന എന്തോ മാമാങ്ക പരിപാടികളാണ് എന്ന് തോന്നിപ്പോണം. അത്രയും തോന്നിവാസങ്ങൾ കല്യാണ വീടുകളിൽ നടക്കുകയാണ്. ഈ പാട്ടും കൂത്തും, ഈ പറഞ്ഞ പെണ്ണ് പാട്ട് പാടലും ആടലും പാടലും നൃത്തം ചവിട്ടലും ഡാൻസും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? മുസ്ലിം സമൂഹത്തിലല്ലേ കണ്ടുവരുന്നത്? ഈ വിഷയം ഇന്നിപ്പോ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാലത്തിന്റെ പോക്ക് അങ്ങട്ടാണ്. ഈ പറഞ്ഞ വിപത്തുകൾ വരാനുള്ളതിന്റെ അടയാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. വിവിധ ഇനം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അതും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. മുസ്ലിങ്ങൾക്ക് അത് എത്രയോ അന്യമാണ്. മദ്യപിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തെറ്റല്ല, പക്ഷെ ഇസ്ലാമിന് തെറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മദ്യം ഉപയോഗിക്കാം, അത് സേവിക്കാം. അതേ സമയത്ത് മറ്റേ കഞ്ചാവ് പോലുള്ളത് അത് ഉപയോഗിക്കുന്നതും അതിന്റെ വിപണനവും തെറ്റാണ്. ഇസ്ലാമിൽ കള്ളടക്കം എല്ലാം മദ്യം എന്ന് മാത്രമല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളും മനുഷ്യനെ നശിപ്പിക്കും, അവന്റെ കുടുംബത്തെ തകർക്കും, സമൂഹത്തെ ചീത്തയാക്കും. ഇത്രയും ദുരന്തങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ വെടക്കായ പ്രവർത്തനങ്ങളുടെയും താക്കോലാണ്, കീ പോയിന്റ് ആണ് മദ്യം, ലഹരി എന്ന് പറയുന്നത്. വിവാഹ പാർട്ടികളിൽ മുസ്ലിങ്ങളിൽ അത് അത്ര കൂടുതലല്ലെങ്കിലും അമുസ്ലിം കുടുംബങ്ങളിലെ പിന്നെ വിവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടക്കുന്നതാണ് മദ്യസൽക്കാരം. ആ മദ്യസൽക്കാരത്തിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് വിലക്കില്ല, കാരണം രാജ്യത്ത് അനുവദിക്കപ്പെട്ടതല്ലേ ചെയ്യാൻ. പക്ഷെ ചിന്തിക്കണം, രാജ്യത്തെ നിയമങ്ങൾ, രാജ്യത്ത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്തതാണെങ്കിൽ നമ്മൾ ആ വിലക്ക് പാലിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് മുസ്ലിം ആകാൻ കഴിയും. അപ്പൊ ഏതായിരുന്നാലും ഭാവിയിൽ വരാനിരിക്കുന്ന വിപത്തിന്റെ അടയാളങ്ങളാണ് പാട്ടുകാരികളും വാദ്യോപകരണങ്ങളും പ്രത്യക്ഷപ്പെടുന്നതും വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കുകയും സമൂഹം വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും നന്നായി ജീവിക്കാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ സംഭവം നമുക്ക് തരുന്ന പാഠം. അല്ലാഹു ആഫത്ത്, മുസീബത്തുകൾ, വിപത്തുകൾ, പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ സമുദായത്തെയും രാജ്യത്തെ ജനങ്ങളെയും കാത്തു തരട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ അല്ലാഹു തന്നെ ഏറ്റെടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അല്ലാഹു ശരിയാക്കി തരട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ വിജയിപ്പിച്ചു തരണേ. അല്ലാഹു വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.